അധിഷ്ഠിതമായ പ്രസംഗത്തിനെതിരെ. എന്തേ കാരണം? ആരേത് കോലത്ത് പോയാലും താടിക്കത് അത്ഭുതത്തോടുകൂടി എന്തായാലും താടിക്ക് ഒരു തട്ടു കൊടുക്കും. താടിക്ക് തട്ടുന്ന സുന്നത്തിന് എന്തുണ്ടെങ്കിൽ ഇത് സുല്ലമീന്റെ കിതാബാണ്. ഇതൊക്കെ സത്യത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ പോലെ എങ്ങനെ തുടങ്ങാം? മനസ്സിലായോ? ഈ സാധനം അത്ഭുതമാണ് എനിക്ക്. ഇയാള് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയ്ക്ക് താടി വെച്ചോളൂ ഒരൊറ്റ തട്ട്. ഇത് കേട്ടോ, ഈ ജിന്ന്, പിശാച്, സീറ്, വിശ്വാസവും അന്ധവിശ്വാസവും എന്നുള്ള സുല്ലമീന്റെ കിതാബ്, ആ കിതാബിൽ ഒരു ഭാഗം എന്തിനാ ഇയാൾ ഇവിടെ പറഞ്ഞേ, എന്തിനാ താടിയുള്ളവന്റെ വെക്കിട്ട് കയറി എന്ത് പറയുമ്പോ അത് പലരും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. താടിയെ സ്നേഹിക്കേണ്ടവർ, താടി പ്രവാചകന്റെ സുന്നത്താണെന്ന് പറയേണ്ടവർ, അത് വെച്ചവരോട് പറയാൻ ഒരു കാര്യവും ഇല്ല. നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളുടെ ഈമാൻ തീരുമാനിക്കേണ്ടവർ നിങ്ങളാണോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലും ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കപ്പെടുന്നിടത്തും താടി വെച്ചോലൊക്കെ ഭീകരവാദികളും തെമ്മാടികളുമാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നിടത്തും ഞങ്ങൾ പ്രവാചകന്റെ സുന്നത്തെടുത്തതിന് കാര്യമില്ലെന്ന് പറയാൻ നിങ്ങളാണോ പ്രതിഫലം നൽകുന്നത്? എന്നിട്ട് ഈ മൊല്ലുണ്ടല്ലോ, ഈ സുല്ലം നിങ്ങൾ കേട്ടോളൂ, എന്തിനാ ഇയാളത് ഇവിടെ പറഞ്ഞു? ഞാൻ ഒരു ഭാഗം വായിച്ച് കേൾപ്പിച്ചിരങ്ങൾക്ക്. ശവത്തിന്റെ കൂടെ, ഇത് എന്താ അതിന്റെ ബന്ധം എന്ന് നിങ്ങൾക്ക് തിരിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ശവത്തിന്റെ കൂടെ മോർച്ചറിയിൽ കിടക്കുവാനും അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലൂടെ ഏകനായി നടക്കുവാനും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പള്ളിയിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു താടിക്കാരന്റെ കൂടെ കിടന്നുറങ്ങാൻ ഭയമാണ്. പള്ളിയിൽ എനിക്ക് പരിചയമല്ലാത്തവന്റെ കൂടെ കിടക്കാൻ ഭയമാണെന്ന് പറയേണ്ടതിന് വരെ എന്താ പറയുന്നത്? പള്ളി കിടക്കുന്ന താടിക്കാരന്റെ കൂടെ കിടക്കാൻ ഭയമാണ്. എന്തിനാ താടിക്കാരൻ നെഞ്ഞത്ത് കയറിയേ? ഇത് പറയുന്നത് ഒരു പണ്ഡിതനാണ്. താടി വെച്ചവർ മോശക്കാരാണ്, പേടിക്കേണ്ടവരാണ് എന്നല്ലേ ഇത്? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവരാർക്കെതിരാണ് പ്രിയപ്പെട്ടവരെ? അഹ്ലു സുഫത്ത് എന്ന് പറയുന്ന താടി വെച്ച പരസ്പരം പരിചയമുള്ളവരും ഇല്ലാത്തവരും എന്തിന് ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ മദീനയിലും മക്കയിലും പള്ളിയിലും പരിസരത്തും കിടന്നുറങ്ങുന്ന വിദേശിയായ പരിചയമില്ലാത്ത താടി നീട്ടിയ മനുഷ്യന്റെ കൂടെ കിടന്നുറങ്ങാൻ നമുക്ക് നിർഭയത്വമുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിചയമില്ലാത്തവന്റെ കൂടെ കിടക്കാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ പരിചയമില്ലാത്ത താടിക്കാരന്റെ കൂടെ, താടിക്കാരുടെ കൂടെ ഈ പറയുന്ന ആളുകൾ പ്രവാചകനെതിരാണ്, സുന്നത്തിനെതിരാണ്. അവർ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് വിരോധമുള്ള ജൂതലോപികളുടെ ശിങ്കിടികളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞ ഒരു ഉദാഹരണത്തിന് മനസ്സിലായില്ലേ? എവിടെ എത്തി നമ്മുടെ സമുദായം? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമൂഹം? ഇത് നിങ്ങൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഞാൻ വിശദീകരണങ്ങൾ കുറയ്ക്കും. സുന്നത്തിനെതിരാണിവർ. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. എന്നിട്ടോ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാര് പറയാണ്? ഞാൻ നേരത്തെ കേൾപ്പിച്ച മൊല്ല പറയാൻ. അതുകൂടെ നിങ്ങൾ കേൾക്കും. എന്നിട്ട് നിങ്ങൾ അറിയണം, മടവൂരികൾ എന്ത് പറഞ്ഞുവോ അതുപോലെ നമ്മുടെ ചില ലീഡർമാർ ഏറ്റു പറയുന്നു. ഇവിടെ ആര് വിജയിക്കുന്നു, ഇവിടെ ആര് പരാജയപ്പെടുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പിരിഞ്ഞു പോകണം. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദ്ധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിന് അപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? ആലോചിച്ചു നോക്ക്. മടവൂരികൾ കഴിഞ്ഞ 12 കൊല്ലം പറഞ്ഞു നോക്കി. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. ഒരു മനുഷ്യരെ വിശ്വസിച്ചോ? ക്ലിക്ക് ചെയ്തോ? എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, അപകടകരമായ ഈ വാദത്തെ ശരിവെച്ചുകൊണ്ട് നമ്മൾ പ്രിയങ്കരനെന്ന് വിചാരിച്ച ഒരു നേതാവ് അലീമുല്ല പറഞ്ഞത് ശരിയാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് എന്ന് ആധികാരികമായി KJ യുടെ വേദിയിൽ CD ടവറിൽ വെച്ച് പറഞ്ഞാൽ നാം എന്ത് മനസ്സിലാക്കണം?
അലീമൊല്ല പറയുന്നു, എന്ത് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാ. എന്നിട്ടത് ക്ലിക്ക് ചെയ്യാതെ പോവുക. നമ്മുടെ പണ്ഡിതന്മാർ അതിനെ എതിർത്ത് പ്രസംഗിക്കുക, സ്ഥാപിക്കാൻ കഴിയാതെ ഒരു നെട്ടോട്ടമോടുക. അവസാനം പറയാണെന്ത്, നമ്മുടെ പ്രിയങ്കരനായ ഒരു നേതാവ് പറയാണ്, അലി പറഞ്ഞത് ശരിയാണ്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ആ ഭാഗം കേൾക്കുമ്പോ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് നേതൃത്വത്തിനെതിരല്ല, നേതാക്കന്മാർക്കെതിരല്ല, അവരിൽ ചിലരുടെ പിടിപ്പ് കേടിനെതിരെ, അവർ ചെയ്തു കൂട്ടുന്ന ഈ നിലക്കുള്ള വൃത്തികെട്ട സമീപനങ്ങൾക്കെതിരെ നിങ്ങൾ ആ ഭാഗം കേട്ട് വേദനിക്കും, നിങ്ങൾ കരയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അലിമല്ല പറഞ്ഞത് എന്താണ്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നു, ഇല്ലാത്തത് അംഗീകരിച്ചു കൊടുക്കുന്നു, മടവൂരിസത്തിന്റെ ഈ ഭ്രാന്ത് അംഗീകരിച്ചു കൊടുക്കുന്നു. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെ. എന്നാൽ മുജാഹിദിയുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നിങ്ങളിലേക്ക് കടന്നു വന്നോ? നഅൂദുബില്ല. നിങ്ങൾ ആലോചിച്ചു. സഹോദരങ്ങളെ, നിസ്സാരമായ വാക്കാണോ ആ പറഞ്ഞത്? ഞാൻ നിങ്ങൾ ആ ക്ലിപ്പിംഗ് കേട്ടല്ലോ. ഇൻഷാ അല്ലാഹ് ആവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. എന്താ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു. ഞാൻ ചോദിക്കുന്നു വിനീതമായി, എന്ത് ചർച്ച നടന്നു? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? ഒന്ന്, ആര് തമ്മിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? എവിടെ വെച്ചാണ് ഈ ചർച്ച നടന്നത്? ജംഇയ്യത്തുൽ ഉലമയുടെ ബോഡിയിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് ഹാജരായ പണ്ഡിതന്മാരുടെ പേരേത്? എന്റെ ബഹുമാന പണ്ഡിത കേസരി നേതൃത്വം നൽകുന്ന മഹാനവറുകളെ, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചിനോട് ചോദിക്ക്, ആരാണ് അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഈ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച ഉണ്ടായോ? പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഉണ്ടായത്? ആരാണ് പറഞ്ഞത്? ആർക്കെതിരാണ് നിങ്ങൾ പ്രതികരിച്ചത്? പടച്ചോനെ ഓർക്കാൻ. അലം യഅലം ബിഅന്നല്ലാഹ യറാ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഓർക്കണ്ടേ, എന്താ വാക്ക്? തൗഹീദിന് വേണ്ടി പോരാടുന്ന പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വത്തും വീടും നാടും ഉപേക്ഷിച്ചു പോകുന്ന മുജാഹിദുകൾക്ക് നേരെ അക്രമികളല്ല പറയുന്നത്. നമ്മെ നയിച്ച, നമ്മെ സ്നേഹിക്കേണ്ട നമ്മുടെ നേതാവ് അവസാനിപ്പിക്കണമെന്ന്, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു ചർച്ച ഉണ്ടെങ്കിലല്ലേ അവസാനിപ്പിക്കേണ്ടത്. അത് തുടങ്ങിയോ? എവിടെ തുടങ്ങി? ഇതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? രണ്ട് ക്ലിപ്പിങ്ങാട്ടത്, ഒരേ സമയത്ത് രണ്ടെണ്ണം. നിങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ആലോചിക്കണം. ഇനിയോ ഈ ആരോപണം കരിമ്പിലാക്കൽ പറഞ്ഞു, അത് നമ്മുടെ നേതാക്കന്മാർ അതുപോലെ പറഞ്ഞാൽ അപാകത ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ? അവര് പറഞ്ഞതായിരുന്നു ഇത്രയും കാലം ശരിയെന്നാണോ? 12 കൊല്ലത്തെ അവരുടെ വാദമുഖങ്ങളെ KJU ഖണ്ഡിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? KNM ഖണ്ഡിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? സ്റ്റേജ് കെട്ടിയത് എന്തിന്റെ പേരിലായിരുന്നു? ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറയാനാണോ KJU 10 കൊല്ലം പരിശ്രമിച്ചത് എന്ന് ലോകത്തോട് പറയാൻ ഈമാനുള്ള ഞങ്ങൾക്ക് മടിയുണ്ട്. മനുഷ്യരെ, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മടിയുണ്ട്. പിന്നെയോ കാന്തപുരവും പറഞ്ഞു, ജിന്നിനോട് തേടേന്ന് നമ്മൾ പറഞ്ഞു. എന്നാലോ അമ്പിയാക്കളോട് ഔലിയാക്കളോട് തേടിക്കൂടാ എന്ന് പറഞ്ഞു. ഉണ്ടോ? ആ ഭാഗം നിങ്ങൾ കേട്ടു നോക്ക്. എല്ലാവരും നമുക്കെതിരെ കുറച്ചു ചാടുന്നവരോട് നിങ്ങൾക്ക് നീതിബോധമുണ്ടോ?
നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്നറിയോ? നിങ്ങൾ പറയുന്ന വാക്ക് നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. ഇവിടെ എവിടെ നീതി? ആ ഭാഗം കേട്ടോളൂ. വേറെ കൂട്ടർ ജിന്നുണ്ട്. മനുഷ്യനെ വിളിച്ചാൽ ചെറുക്ക്, ജിന്നിനെ വിളിച്ചാൽ ചെറുക്കില്ല. ഇതെന്ത് പിടിത്തമാണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുസ്ലിക്കാക്കുന്നവർ, ജിന്നാണെങ്കിൽ അത് ശിർക്കല്ല എന്നും മനുഷ്യനാണെങ്കിൽ ശിർക്കാണെന്നും ഇതെവിടുന്ന് വന്നു? എവിടെയാണ് ഈ വ്യത്യാസം? അവർ പറയേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മടവൂരികൾ പറഞ്ഞ അതേ കാര്യം, അതേ തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ നേതാക്കന്മാർ ഏറ്റെടുത്തു. അത് തന്നെ കാന്തപുരവും ധരിച്ചു. ജിന്നിനോട് തേടാം, അമ്പിയാക്കളോട് തേടിക്കൂടാ എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആർക്കുമില്ല കൂട്ടരെ, ആർക്കുമില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ജിന്നിനോട് തേടാം എന്ന വാദം ഇവിടെ ആർക്കുമില്ല, ആർക്കുമില്ല എന്ന വസ്തുത നിങ്ങൾ ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്, ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. ജിന്നിനോട് തേടാൻ കുഴപ്പമില്ല എന്ന വാദം മുജാഹിദുകൾക്കില്ല, മുജാഹിദുകൾക്കില്ല. മലക്കിനോട് തേടാം എന്ന വാദം മുജാഹിദുകൾക്കില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നിനോട് തേടാം എന്ന വാദം നമുക്കില്ല. ആരോപണമാണ്, നമ്മൾ സഹിക്കുകയാണ്. അതിന്റെ പേരിൽ നമുക്ക് പുണ്യമുണ്ട്. നമ്മളിൽ ഒരാളെയും അതിന്, ഞങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് ജിന്നിനോട് തേടുന്ന ഒരാളെയും ഇന്നുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ വളരെയേറെ ചിന്തിക്കേണ്ട പോയിന്റാണ്. തലശ്ശേരിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ഈ കണ്ട, നേരത്തെ ഞാൻ കാണിച്ച കാന്തപുരമല്ല, അതിനു മുമ്പ് കാണിച്ച നമ്മുടെ നേതാവുണ്ടല്ലോ, അദ്ദേഹം വീണ്ടും പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ പടച്ചോനെ പേടിക്കാതെ, ആരൊക്കെയോ പറയുന്നത് കേട്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളീൻ, എല്ലാ മുസ്ലിങ്ങളും പഠിച്ചു വെച്ചോളൂ. 49-ാം അധ്യായം 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു അധർമ്മകാരി ഒരു വാർത്തയുമായി വന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടല്ലാതെ, അത് സ്ഥിരീകരിച്ചിട്ടല്ലാതെ, അത് മനസ്സിലാക്കിയിട്ടല്ലാതെ ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങളോട് അന്വേഷിച്ചുകൂടായിരുന്നുവോ? ജിന്നിനോട് വിജനമായ പ്രദേശത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ആരാരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിനെ വിട്ട് ജിന്നിനോട് തേടാമെന്ന് നമ്മൾ പറഞ്ഞു എന്ന് നുണ പറയുന്നത് ആരാ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ കേട്ടു നോക്കൂ, ആരാന്ന്? മരിച്ചുപോയ മഹാരഥന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? സഹോദരങ്ങളെ, 6 മാസം മൂലക്ക് ഇരുത്തിയിട്ടാ ചോദിക്കണേ, വിശ്രമിച്ചൂടെ? എവിടെയേ വരും? 6 മാസം ഏത് റമദാന്റെ ക്ലാസ് പോലെ എടുക്കരുത്. എനിക്കിപ്പൊ തോന്നുന്ന ചില തോന്നുന്നത് അറിയോ? കേന്ദ്രമിന്റെ പള്ളിയിൽ നിസ്കരിക്കരുത് എന്ന് സർക്കുലർ ഇറങ്ങിയാൽ അത്ഭുതപ്പെടാനൊന്നും മാത്രമല്ല, സലാം പറയല്ലേ, മിണ്ടല്ലേ, പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ജാതിയാ പോക്ക്. കാരണം ഇതൊന്നും മഹാനേതാക്കന്മാരൊന്നും അറിഞ്ഞിട്ടല്ല. ആളുകളെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ആളുകളെ, എന്താ അവിടെ പറഞ്ഞത്? വിജനമായ മരുഭൂമിയിൽ ആരും സഹായിക്കാൻ ഇല്ലാത്തിടത്ത് ജിന്നിനോട് തേടാം, അത് കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞു? കാടടയ്ക്ക് വെടിവെച്ചാ പോലെ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. നുണയാണ്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട്.
സൂറത്ത് തൗബ വായിക്കോ നിങ്ങള്? സൂറത്ത് തൗബയുടെ 119-ാമത്തെ വചനം ഇന്ന് പോയി വായിക്കോ. ആ വായിച്ചിട്ടതനുസരിച്ച് ജീവിക്കോ. ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടി. അഥവാ ഞങ്ങളുടെ വലിപ്പച്ചെറുപ്പം കൊണ്ടല്ല, ഞങ്ങൾ പറയുന്നതിനൊരു ഹക്കുണ്ട്, ഒരു യാഥാർത്ഥ്യം. എന്താ സൂറത്ത് തൗബയിൽ എന്താ വചനം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. സത്യവിശ്വാസിയാണോ നീ? എന്നാ നിന്നോട് എനിക്ക് പറയേണ്ടത്, നീ തഖ്വ സൂക്ഷിക്കണം. എന്നിട്ടോ വകൂനൂ, നീ ആയിത്തീരണം മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം. എന്ത് 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 പറയുന്നവരോടൊപ്പം? നീ സത്യം പറയണമെന്നല്ല, നീ സത്യം പറഞ്ഞ് ജീവിച്ചോ എന്നുമല്ല, നീ സത്യമേ പറയാവൂ, സത്യത്തിന് വേണ്ടിയേ ജീവിക്കാവൂ. പക്ഷേ ഒന്നുകൂടിയുണ്ട്, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം എന്ന് പറയുന്നത്. ജിന്നിനോട് വിജനമായ മരുഭൂമിയിൽ വെച്ച് തേടാമെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അത് നുണയാണ്. ഈ നുണയൻ ടീമിന്റെ കൂടെ നിൽക്കണോ? അതാണോ അല്ല നമ്മളോട് പറഞ്ഞത്? നിങ്ങൾക്ക് നട്ടല്ലില്ലേ? നിങ്ങൾക്ക് ആദർശബോധമില്ലേ? നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് ബോധമില്ലേ? ആ ബോധമുള്ളവരെ മൂന്ന് നുണയല്ലേ? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് ഇവിടെ പറഞ്ഞത് നുണയല്ലേ? മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവരെ? നാബൽസ് എന്ന് പറയുന്ന പ്രദേശം ഇബ്നു അറബി ഉദ്ധരിക്കാൻ തഫ്സീർ ഖുർതുബിയിൽ നാബൽസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, നമ്രൂദിന്റെ ആളുകൾ വലിച്ചെറിഞ്ഞപ്പോ, അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടവനാണല്ലോ ജിന്ന്. ആ ജിന്നിനെ ഇബ്രാഹിം നബി വിളിച്ചുവോ? ഇല്ല എന്ന് നമുക്കറിയാം. ആരും അത് പറയുന്നില്ലെന്ന് നമുക്കറിയാം. അനാവശ്യ ചോദ്യങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യങ്ങളിൽ അഭിരമിക്കുന്നവരോട് കസ്റത്ത് സുവാലിനെ കുറിച്ച് ദൗനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബലകും കസ്റത്ത് സുവാലിഹിം കസ്റത്ത് സുവാലിഹിം കസ്റത്ത് സുവാലിഹിം വഖ്തിലാഫുഹും അൻനബിയാഇ വഇദ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വഇദ അമർതുകും ബിഅംരിൻ ഫഅതു ബിഹി മസ്തതതു. പഠിക്ക്, വായിക്ക്. കിതാബുകളുടെ കൂമ്പാരത്തിന് മുമ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല. വായിച്ചതും പഠിച്ചതും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. അങ്ങനെ വലിക്കരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ നുണ ഇബ്രാഹിം നബി അവിടെ പറഞ്ഞ എന്താണ്? എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് അലൈസല്ലാഹു ബികാഫിൻ നബ്ദഹു. ഇത് ഇപ്പളാ ഓതുന്നത്. യാക നഅബുദു ഇപ്പളാ പഠിച്ചു. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയോ? യാ ഇബാദല്ലാഹി ശിർക്കില്ല എന്ന് വിശദീകരിച്ച് കുറേ നടന്ന് ഒരുപാട് കാലം നടന്ന് ആ കാലഘട്ടത്തിൽ ഫാത്തിഹ അറിയാണ്ട് നടന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ദതുവും പഠിക്കാതെ ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരായത് ആണോ? പ്രസക്തമാണ് ചോദ്യം. ഇയ്യാക നഅബുദു ഓതുന്നത് കഴിഞ്ഞ 2009 ജിദ്ദ പോയിട്ട് 20 മിനിറ്റ് വിശദീകരിച്ച് ആണോ? മണ്ടിരുവോന്ന് ഇതൊന്നും പഠിക്കാതെയാണോ വായക്കാട്ട് വയലേറിയാൻ പോയത്? ആണോ? ഒരു മുജാഹിദ് ജനിച്ചു വീണുമ്പോ കേൾക്കുന്നല്ലേ ഇയ്യാക നഅബുദു? ഇപ്പഴാ പഠിക്കണേ. ഞാൻ എന്റെ ചോദ്യം, ഒരു മുസ്ലിയാരുണ്ടല്ലോ ഈ കൂട്ടത്തിലെ, ആ മുസ്ലിയാർ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഇയ്യാക നഅബുദു കേട്ട് വന്ന് ഇവരുടെ മുൻകാല പ്രസംഗങ്ങൾ അന്ന് ഇവർക്ക് ഇന്ദദൂ അറിയാം. അതറിഞ്ഞിട്ടും ഇവര് യാ ഇബാദല്ലാഹി ശിർക്കില്ല വിശദീകരിച്ചില്ലേ? വഞ്ചനയല്ലേ ഇത്? ചതിയല്ലേ ഇത്? ആളുകളോട് കാണിക്കുന്ന ചപ്പടാച്ചിയല്ലേ ഇത്? ആളുകളെ ചതിക്കല്ലേ ഇത്? എങ്ങനെ സാധിക്കും? ഒരു ഈമാനുള്ളവന് കഴിയുമോ? നിഫാഖുള്ളവർക്കല്ലാതെ ആർക്കത് സാധിക്കുക? എന്നിട്ട് നമ്മളെ പേടിപ്പിക്കപ്പോ നമ്മളെ പേടിപ്പിക്കാണ്. നിങ്ങൾ ശിർക്കിലേക്കായി പോയിട്ടുണ്ട്. ജനങ്ങളെ അതുണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി കേട്ടോ, രാത്രിയുടെ ഇരുട്ട് ഒരു ഇരുട്ടാണ്. കാർമേഘമാവൃതമാകുമ്പോഴുള്ള ഇരുട്ട് രണ്ടാമത്തെ ഇരുട്ടാണ്. സാഗരങ്ങളിൽ തിരമാലകൾ തീർക്കുന്ന ആ ബാഹ്യ ഇരുട്ട് മൂന്നാമത്തെ ഇരുട്ടാണ്. ആഴക്കടലിന്റെ ഇരുട്ട് അത് നാലാമത്തെ ഇരുട്ടാണ്. മത്സ്യത്തിന്റെ വയറ് അത് അഞ്ചാമത്തെ ഇരുട്ടാണ്. 5 ഇരുട്ടറകൾക്കുള്ളിൽ പൂർണ്ണമായ വിജനതയിൽ ആരോരുമില്ലാത്ത ഘട്ടത്തിൽ യൂനുസ് നബി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചവരാ നമ്മൾ. മരുഭൂമിയിൽ തേടാൻ മുജാഹിദുകൾ ഇല്ല, പറഞ്ഞിട്ടില്ല. നുണയാണത്, നുണപ്രചരണമാണ്. ആ പ്രചരണത്തെ കേട്ട് നുണ വിശ്വസിക്കാൻ നിങ്ങളോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. ഇനി കേട്ടോളി,
കുറച്ചുകൂടി ഗൗരവമായിട്ട് കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കണം. സലാം സുല്ലമി 2007 സംഭവ കേട്ടോളി. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ പിശാചിനെ ഭയപ്പെടുന്നവരാണ് നമ്മൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അയാൾ പ്രസംഗിച്ചു. അന്ന് സക്കറിയ സ്വലാഹി മറുപടി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണേ, സലാം സുല്ലമി എന്താ പറഞ്ഞേ? അള്ളാഹിനെ പേടിക്കുന്നത് പോലെ ഇബ്ലീസിനെ പേടിക്കുന്നവർ നമ്മളിലുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നുണയല്ലേ അത്? നുണയല്ലേ എന്റെ കൂട്ടരെ? നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പകച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിനെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നേതാവ് പറയുന്നത് മടവൂരികളുടെ ഈ മൊല്ല പ്രചരിപ്പിച്ച അതുപോലെ KNMന്റെ കൗൺസിൽ CD-യിൽ ഞാൻ നേരത്തെ കാണിച്ച നേതാവ് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളതിനെ നിഷേധിക്കരുത്. എന്ത് പറ്റി ഇവർക്ക് എന്ന് ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കി ആ ഭാഗം ഒന്ന് കേട്ടോളൂ. വേദനിക്കും ഓരോ മുജാഹിദ്. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഖൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു, നാം തിരിച്ചു പോക്കാരംഭിച്ചിരിക്കുന്നു. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ സഹോദരങ്ങളെ, ഈ പ്രഗൽഭ നേതാവിന്റെ 4ാമത്തെ കല്ല് വെച്ച നുണ ഇതാ കൗൺസിൽ CD-യിൽ. ഈ കൗൺസിൽ CD 6 മടവൂരികൾക്ക് കൊണ്ടുപോയി കൊടുത്തു. പകൽ പോലെ വലിയ സത്യം. നമ്മുടെ പണ്ഡിതന്മാരെ ഹൈജാക്ക് ചെയ്ത് ചാരസംഘങ്ങളിൽ KKP എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലേ, അയാൾ ഇപ്പൊ എവിടെയാ? മടവൂരികളുടെ വേദികളിലാണ്. നേരം വെളുക്കുന്നില്ലേ നിങ്ങൾക്ക്? പൊന്നാനിയിൽ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ജൂതന്റെ കഥ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. 15 കൊല്ലം മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ അവസാനം അദ്ദേഹം ഒരു ലെറ്റർ എഴുതി വെച്ചത്രേ, പടുജായിലുകളെ, ഞാൻ ജൂതനായിരുന്നു, ഞാൻ വിചാരിച്ച റൂട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു, ഞാനിപ്പോൾ മടങ്ങുകയാണ്. ഇസ്ലാമിലെ ലേഖനം അതാണ്. ചാരന്മാരവരുടെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. അതെ, ചാരന്മാർ, നവാബുമാർ അവരുടെ താവളങ്ങളിലേക്ക് മടങ്ങുകയാണ്. അതെ, നമ്മൾ കൂടെ കൂട്ടുകയും കൊണ്ട് നടക്കുകയും ഓരോ ഗേറ്റിലെത്തുമ്പോൾ ഈ മൂവർ സംഘത്തിന്റെ ലീഡർ ഇതാ KKP വരുന്നുണ്ട്, സ്വീകരിച്ചോളൂ, പരവതാനി ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഈ KKPയുടെ താവളം ഇപ്പൊ എവിടെയാ? ഇരിട്ടിയിലെ മുജാഹിദ് പള്ളിയിൽ ഖുത്ബ നടത്തിയ KKP ഇപ്പൊ എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരെ, സത്യസന്ധരെ, യാഥാർത്ഥ്യ ബോധമുള്ളവരെ, നട്ടല്ലുള്ളവരെ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. ഓർക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക്, സത്യദീനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവരെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്ക്, വേറൊരു ഇമ്പാച്ചി കാണിച്ചവരെയും നിങ്ങൾ പേടിക്കരുത് എന്ന് ഖുർആൻ പറ. മക്കളെ, ഇത് യുവാക്കളെ, ഇത് എന്നെ സ്നേഹിച്ച പലരും എന്നോട് പറയും, ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങൾ ക്ഷേത്രത്തിൽ തൗഹീദ് പറഞ്ഞപ്പോൾ എന്ന്. ഇപ്പൊ എന്ത് പറ്റി മക്കളെ? ഒന്നുമില്ല, നിങ്ങൾ ശിർക്കിലായി പോയല്ലോ. ഏയ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയൂ, നിങ്ങൾ മനസ്സിലാക്കൂ. അതേ 2002 ഓഗസ്റ്റ് 23 ശബാബിന്റെ ലേഖനം, മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന ലേഖനം. ആ ലേഖനം പറഞ്ഞിട്ട് നമ്മൾ പുറകോട്ട് പോയി. എന്നിട്ടിപ്പോ പറയുന്നത് എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു നടക്കുന്നു. ഉണ്ടോ? 50 വർഷം പുറകോട്ട് പോയി എന്നാ വേറൊരു സ്ഥലത്ത് പറഞ്ഞ്. ഒറ്റ കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്, സത്യമാണ്. 50 വർഷമല്ല, 1400 വർഷം അപ്പുറത്തേക്ക് നമ്മൾ പോകും, കൊണ്ടുപോകും ഈ കേരളത്തിലെ സലഫികളെ. 1400 വർഷം അപ്പുറത്തേക്ക്, നബിയുടെ സുന്നത്തിലേക്ക്, സഹാബത്തിന്റെ സുന്നത്തിലേക്ക്, മൻഹജു സലഫിലേക്ക്. 50 വല്ലോ അപ്പൊ വിചാരിച്ചത് അല്ല. നിങ്ങളിലെ അക്ലാനികളെ, ഹദീസ് നിഷേധികളെ, സീർ നിഷേധികളെ, ബുഖാരിയെ നിഷേധിക്കുന്നവരെ, ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ലെന്ന് പറഞ്ഞവരെ നിങ്ങൾ താലോലിച്ചില്ലേ? നിങ്ങൾ അംഗീകരിച്ചില്ലേ? മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ വെറുത്തോ? ഇല്ല. മറിച്ച് നിങ്ങൾ ചെയ്തതെന്താ? അയാളെ പറ്റി ഒരു അക്ഷരവും പറഞ്ഞില്ല. ഇരുവേട്ടിയെ പറ്റി ഒരു വേദിയിലും ഒരേ സമയത്ത് പുറത്താക്കിയ 2 ആദർശ വിരോധികൾ എന്ന് നിങ്ങളുടെ വാദപ്രകാരം തെറ്റ് ചെയ്തോ?
തൊട്ടോ. അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ ശേഖന്നൂർ മൗലവി ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ഇരുവേട്ടിക്കുണ്ട്, സലാം സുല്ലമിക്കുണ്ട്. ഇരുവേട്ടിയെ ഒരു കൊല്ലത്തേക്ക് അങ്ങ് മാറ്റി നിർത്തിയത് ആദർശപരമായ പ്രശ്നത്തിൽ. ഇത് വിചിന്തനമാണ്. ഇത് ഞാൻ പിന്നീട് പറയുമെന്ന് വിചാരിച്ചാണ്. ഒന്ന് ഏഡ് ചെയ്യാൻ, അപ്പൊ ഞാൻ വിശദീകരിക്കും. നിങ്ങൾക്കറിയാം, KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. നീതിബോധമുള്ളവരോടൊന്ന് ചോദിച്ചോട്ടെ, രണ്ടാളും ഒരേ തെറ്റ് ചെയ്തു, ഗുരുതരമായ തെറ്റുകൾ. ആ രണ്ടുപേരെ പുറത്താക്കിയാൽ ഇങ്ങനെയാണോ തലക്കെട്ട് എഴുതേണ്ടത്? സ്വലാഹിയെയും ഇരുവേട്ടിയെയും പുറത്താക്കിയെന്നല്ലേ? എന്തേ കാരണം? വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നീതിബോധം തഖ്വയായിട്ട് ബന്ധപ്പെട്ട അതില്ലാത്തവന് ഉണ്ടാവൂല. തഖ്വയുള്ളവന് നീതിബോധം ഉണ്ടാവും, പടച്ചോനെ പേടി ഉണ്ടാവും. അല്ലാഹുവിനെ പഠിപ്പിച്ച അങ്ങനെ 5-ാം അധ്യായം 8-ാമത്തെ വചനം. നീതിബോധം തഖ്വയുടെ ഭാഗമാണ് മനുഷ്യരെ. അല്ലാഹു പറഞ്ഞതാ, പടച്ചോൻ പറഞ്ഞതാ. നീതിബോധം തഖ്വയുടെ ഭാഗമാണ്, അല്ലേ? എന്നിട്ടോ അതോടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്തറിയോ? ആദർശത്തെക്കാൾ മുന്തി സംഘടന നിൽക്കുന്നു. ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും മുന്തി സംഘടന നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത്? ഞാനത് തെളിയിച്ചു തരും. എത്രത്തോളം അറിയോ? എന്ത് ഖുർആനും സുന്നത്തും സംഘടന പറഞ്ഞാൽ കേൾക്കുക, അല്ലെ? പുറത്താക്കുന്നുള്ളേ മുൻ ജില്ലാ സെക്രട്ടറിമാരുടെ ക്ലിപ്പിംഗ് അത് ഇടും ഇവിടെ. നിങ്ങൾക്ക് കേൾക്കാമത്. നിങ്ങൾ കേട്ട് ഞെട്ടും, നിങ്ങൾ വേദനിക്കും. എവിടെ കൊണ്ടെത്തിച്ചു എന്ന്. ഇനി ഇതിലെ വാർത്ത കേൾക്കണ്ടേ? ഞാൻ വെറുതെ പറയല്ല. ആദർശ രംഗത്തും സംഘടനാ രംഗത്തും ദീർഘകാലമായ അച്ചടക്ക വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന KK സക്കരിയ സ്വലാഹിയെ സംഘടന നീക്കം ചെയ്തു. തൊട്ടുതായി ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അബ്ദുറഹ്മാൻ ഇരുവേട്ടിയെ 1 വർഷത്തേക്ക് സംഘടനയുടെ പാദമേമത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആദർശപരം ചെയ്ത 1 വർഷം ശിക്ഷ, സംഘടനാപരം ചെയ്ത ആജീവനാന്ത നീക്കം. ആലോചിക്കണേ, ഇത് വിചിന്തനമാണ്. വിചിന്തനത്തിൽ എഴുതിയതാണ്, അതിലെ റിപ്പോർട്ടാണ്. ആദർശപരം ചെയ്താൽ നിങ്ങൾക്കറിയില്ലേ? ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ എന്താ നേരത്തെ പറഞ്ഞത്? എന്താ നേരത്തെ ക്ലിപ്പിംഗിലുള്ളത്? അള്ളാഹുവിനുള്ള എല്ലാ കഴിവുകളും ഇബ്ലീസിന് വകവെച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം വന്നിട്ടുണ്ട്. നുണയല്ലേ അത്? കളവല്ലേ അത്? ഈ ഇരിക്കുന്ന മുജാഹിദുകളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ലോകത്തിന്റെ ക്ഷതിക്കുകൾ ഇത് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നാളെ ഈ പ്രഘോഷണം വീടുകളിൽ കിട്ടി കേൾക്കുന്നവരോട്, വാഹനത്തിലിട്ട് കേൾക്കുന്നവരോട്, പിന്നീട് ബൈലക്സ് റിപ്പോർട്ട് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോ കേൾക്കുന്നവരോട്, യൂട്യൂബിൽ ഈ പ്രസംഗം വരുന്നവരോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. സത്യം പറയുന്നവരോടൊക്കെ നിൽക്കാൻ പറയുന്നുവെങ്കിൽ ഈ 4 പെരുന്നുണ അഖീദയുടെ കാര്യത്തിൽ സ്വന്തം അനുയായികളെ കുറിച്ച് പറഞ്ഞ ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യാൻ ഈമാനുള്ളവരെ നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഈ വിഷയകമായി നമുക്കിടയിലുള്ള യാ ഇബാദല്ലയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങളിൽ വ്യത്യസ്തമായ വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ ഇവരുടെ ടീമിൽ ഉണ്ടാകുന്നു. ഒരു വ്യക്തിയിൽ തന്നെ പലതവണ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിലൊരു ക്ലിപ്പിംഗ് ആണ് കായക്കുടിക്കാരനെ നിങ്ങൾ കേൾക്കുന്നത്. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കി, ഈ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ. ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് തന്നെയാണ് വാദമുള്ളത് എന്നാണ്. എന്നാൽ ഈ ചർച്ചകൾക്കൊക്കെ ശേഷം വന്നിട്ടുള്ള വിചിന്തനം വാരികയുടെ പത്രാധിപരുടെ ഒരു ലേഖനം വിചിന്തനത്തിലും വന്നു, മാധ്യമത്തിലും വന്നു. അതിൽ നിന്നൊരു ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മാധ്യമത്തിൽ വന്ന
അള്ളാഹുവിന് കൊടുത്ത കഴിവുകളിൽപ്പെട്ടതെല്ലാം ചോദിക്കാമോ എന്ന് അമ്പലക്കടവിന് മറുപടി കൊടുത്തുകൊണ്ട് എഴുതിയ ലേഖനത്തിൽ നമ്മളുടെ വിചിന്തനത്തിന്റെ ചീഫ് എഡിറ്റർ പറയുന്ന ഒരു ഭാഗം, സമസ്തയിലെ ചില പണ്ഡിതന്മാരുടെ വിമർശനം ശ്രദ്ധിച്ചാൽ ജിന്നിനോട് സഹായം തേടാൻ മുജാഹിദുകൾ ഒരു കൂട്ടം തീരുമാനമെടുത്ത പോലെ തോന്നും. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പൊ നേരത്തെ കേട്ടത് എന്താ? ജിന്നിനോട് തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു. അങ്ങനെ ഒരു വാദമില്ല. ഈ രണ്ടു കൂട്ടരും ഒരേ തട്ടിലാപ്പോ ഇവരുടെ ആരുടെ വാക്കാ വിശ്വസിക്കേണ്ടത്? അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്ക് ആർക്കില്ല. ഉണ്ട് എന്നിവിടെ പറയുന്നു. ഒരേ ടീം. നമ്മൾ ആരെ കൂടെ നിൽക്കണം കൂട്ടരെ? നമ്മൾ എന്ത് നിൽക്കണം? ഇനി അദ്ദേഹം തന്നെ പറയുന്ന അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. സഹോദരങ്ങൾ, ഇപ്പൊ എങ്ങനെയുണ്ട്? ജബ്ബാർ മൗലവിക്ക് തേടാമെന്ന് വാദമുണ്ട് എന്നൊരു ഭാഗം. തിരുവനന്തപുരത്ത് എത്തിയപ്പോ സത്യത്തിൽ ഉണ്ടായത് എന്താ അറിയാം? രക്ഷയില്ല എന്ന് തോന്നി. നമ്മളെ മറ്റേ മൊയിലിയാർ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, സമയമില്ലായിട്ടാ. ഞാനൊരു മനുഷ്യനല്ലേ, മാപ്പായിക്കാലോ വിട്ടുകളി. കുട്ടികളെ നല്ലോണം പഠിച്ചിരിക്കുന്നു. അവിടെ നന്നായി പഠിച്ചു മനസ്സിലാക്കി നിൽക്കുന്ന കുട്ടിയുടെ മുമ്പിലെ വസ്തുത പറയേണ്ടി വന്നു. യാഥാർത്ഥ്യം അതാണ്, അവർക്കറിയാം. ഇതൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില സമീപനങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളത് വീണ്ടും ഒരാവർത്തിയതിന്റെ ഈ രണ്ട് ക്ലിപ്പിങ്ങളുടെ ഒരേ സമയത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കുന്നത് രണ്ട് പ്രധാനമായ ചോദ്യം. സക്കരിയ സലാഹിയെ പുറത്താക്കിയത് ഇതിന്റെ പേരിലാന്നൊക്കെ പറഞ്ഞു. അതിങ്ങനെ മഞ്ചേരിയിലും ജാമിയ നദിയയിലും ഒക്കെ നടന്നപ്പോ ഒന്നെങ്കിൽ നീ മുശ്രിക്കാണ് എന്ന് സമ്മതിച്ച്, ശിർക്കിലാണ് എന്ന് സമ്മതിച്ച് എന്നൊക്കെ പറഞ്ഞു. ആര് 12:30 കുക പെഞ്ചു പൈതങ്ങളോടെ ജാമ്യയിലെ കുട്ടികളും ബാക്കിയുള്ള എന്താ കഥ ഒക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ചില ഭാഗങ്ങളുണ്ട് സഹോദരങ്ങളെ. എന്നിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തിയപ്പോ മലപ്പുറത്തും അവിടെയും ഇവിടെ ഒക്കെ നടത്തിയാ പറഞ്ഞത് ആ കുഴപ്പം ജിന്നിനോട് തേടാന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയപ്പോ പറയാ അങ്ങനെ ഒരു വാദം സക്കരിയ സലാഹിക്കില്ല എന്ന് മാത്രമാണ് ആ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ലോകത്തിന്റെ എവിടെയെങ്കിലും ഉള്ളൊരു സമയത്ത് അല്ലെങ്കിൽ ഭൗതികമോ അഭൗതികമോ ആയ കാര്യത്തിൽ ജിന്നിനോട് തേടാമെന്ന വാദം സക്കരിയ സലാഹിക്കില്ല. പിന്നെ എന്തിനാ ഈ പുകില് ഇത്രയും കാലം? പിന്നെ എന്തിനാ നിങ്ങൾ ഇത് പറഞ്ഞു കിടന്നത്? നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? നിങ്ങൾ പടച്ചതമ്പുരാനെ പേടിക്കുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമായ ഒരു കാര്യമുണ്ട്. എന്നെ വേദനിപ്പിച്ചതും എന്റെ ചിന്തയിൽ വന്നതും ആ ചിന്തക്ക് അപാകത ഉണ്ടാവില്ല എന്ന് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കുറെ കാലമായല്ലോ സമസ്ത പ്രസംഗിക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിങ്ങിലെ നേതാക്കന്മാരില്ലേ, അവരാരെങ്കിലും ഈ ആളുകൾക്കെതിരെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ അവരുണ്ടാക്കിയ പുകലുകൾക്കെതിരെ ഇതുപോലെ അവർ ശബ്ദിച്ചോ? ഇല്ല. ആ ശിർക്കിനെതിരെ ഇവർ ശബ്ദിച്ചോ? ഇല്ല. ആ ശിർക്കൻ വിശ്വാസത്തിലേക്ക് ഇവർ നയിക്കുന്നതിനെതിരെ ഇവർ ഇയ്യാക്കന ബുദു ഓതിയോ, ഇൻതദു മോദിയോ? ഇവരെവിടെയായിരുന്നു?
എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമൂഹത്തെ എങ്ങോട്ട് ഇവിടുത്തെ സമസ്തക്കാരൊക്കെ നയിക്കുന്നു എന്നത് അറിയേണ്ടവരല്ലേ നമ്മൾ. എവിടെ എത്തിയിരിക്കുന്നു ഈ സമൂഹം എന്നതിന് നിങ്ങൾ ഒരു ശ്രദ്ധിച്ച് കേൾക്കേണ്ട, കാന്തപുരവുമായി ബന്ധപ്പെട്ട് ഒരു സ്വപ്നജീവി, ഓൾ വേൾഡ് സ്വപ്നജീവി എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ സ്വപ്നോന്മാനിയ എന്ന മാരകമായ രോഗത്തിനടിമപ്പെട്ടു പോയ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ലാത്ത, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ലാത്ത ഒരു മനുഷ്യന്റെ വാക്ക് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. 2 ദിവസം മുമ്പ് മഅദനിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ ക്ലാസ് എടുത്തു. അല്ലാഹു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും എ.പി. ഉസ്താദാണ് അവരുടെയും വളർച്ചയ്ക്ക് കാരണം. സയ്യിദന്മാർ അല്ലാഹു വലിയവരാക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ളൊക്കെ വേദിയിലേക്ക് തങ്ങളെ കൈപിടിച്ചത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. സഹോദരങ്ങളെ, ചിരിക്കല്ല, കരയാവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുരം അറിയാതെ ഇനിയൊന്നും ചെയ്യൂല. എനിക്ക് തോന്നില്ല ഉസ്താദ് അറിയാതെ ഒരു കുട്ടിയും ഇവിടെ ഒരു അമലും ചെയ്യൂല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ സമൂഹം ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? ഇന്ന് വരെ ആ പ്രയോഗം തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. എന്ന് നബിയെ സാക്ഷി നിർത്തി പറഞ്ഞപ്പോൾ റസൂൽ ഇടപെട്ട് പറയല്ലേ, ശിർക്കിന്റെ വാചകങ്ങൾ പറയല്ലേ എന്ന് പറഞ്ഞു. അതാ നബിയുടെ സുന്നത്ത്. ഞാൻ അറിയാതെ അല്ലാഹു തആല ഒന്നും ചെയ്യൂല എന്ന് നീ പറഞ്ഞത് ശുദ്ധ കുഫറും ശിർക്കുമാണ്, അപകടമാണ്. പറയല്ല ഹസനി എന്ന് പറയേണ്ട ആളല്ലേ കാന്തപുരം. പറഞ്ഞു, ഞെളിയുകയാണ്, അഭിമാനം കൊള്ളുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, അല്ലയാണ് ഈ വരുന്നത്. പക്ഷെ പേരോടിന്റെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ കേട്ടപ്പോ ഭയങ്കര തക്ബീർ, അപാര തക്ബീർ, അല്ലാഹു അക്ബർ എന്നൊക്കെ നോക്കുമ്പോ ഉസ്താദ് വരികയാണ്. അതുകൊണ്ടാണല്ലോ ഈ കെ സുന്നികളുടെ നേതാക്കന്മാർ റഹ്മത്തുള്ളാഹി ഖാസിമി പറഞ്ഞൊരു ക്ലിപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോളി, അബൂബക്കർ അക്ബർ എന്ന് പറയല്ല കൗമേ. അവിടേക്ക് ഈ കൗമത്തി ആരെതിർക്ക് വരെ എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് അറിയാതെ അല്ലനെ ഒന്നും ചെയ്യൂല എന്ന് പോലെ നമുക്ക് പറയാൻ പറ്റുമോ? അമ്പിയാക്കൾ അറിയാതെ അല്ലൊന്നും ചെയ്യില്ല. അങ്ങനെയാണോ പടച്ചവൻ? ഒരു സുനാമി ഉണ്ടാക്കാൻ പടച്ചോൻ തീരുമാനിച്ചാൽ കാന്തപുരത്തിന് ഫോൺ ചെയ്ത് ചോദിക്കണോ? എവിടെയും നമ്മുടെ കൗമ് എവിടെയെങ്കിലും ഒരു മരണം വിധിച്ചാൽ അതൊരു സമസ്തക്കാരനായാൽ, ഒരുപാട് പണ്ഡിതന്മാർ മരിച്ചല്ലോ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ മരിച്ചു, പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ മരിച്ചു. അവരൊക്കെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തിനെ പറഞ്ഞേക്കുമ്പോ ഉസ്താദേ നിങ്ങൾക്ക് താല്പര്യമല്ലേ ഓലൊക്കെ ഞാൻ മരിപ്പിക്കണത് എന്ന് ചോദിക്കണമെന്ന് വിശ്വസിക്കുന്ന ശുദ്ധ കുഫറും ശിർക്ക് ഇവിടെ നടന്നിട്ട് അതിനൊരു പ്രസംഗിക്കാൻ ഈ കൂട്ടരില്ല. ഈ കൂട്ടരില്ലെന്ന് മാത്രമാണോ ഇത് കൂടുതൽ ഇതൊക്കെ ക്ലിപ്പിംഗ് ഇട്ട് ഈ സമൂഹത്തെ ശിർക്കിൽ നിന്ന് മോചിപ്പിച്ചത്? ഇവരാരോപിക്കുകയും പുറത്തു നിർത്തുകയും വേദനിപ്പിക്കുകയും ശിർക്കിന്റെ ആളുകളെന്ന് അന്ധവിശ്വാസികളെ നിങ്ങൾ വിളിക്കുന്ന ഈ പാവപ്പെട്ട മുജാഹിദുകളാണ് എന്ന വസ്തുത നിങ്ങൾ പരലോകത്തോർത്തോർക്കേണ്ടതുണ്ട്. തീർന്നില്ല സഹോദരങ്ങളെ. ഇനി വേറൊരു എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനം അടുത്ത് കേട്ടോളി. ഞെട്ടിപ്പോവും, വേദനിച്ചു പോവും മുജാഹിദുകൾ, തൗഹീദുള്ളവർ കരഞ്ഞു. കേട്ടോളി. ചാപ്പനങ്ങാടി വാപ്പോലേർ പാപ്പാനെ കുറിച്ച് പറയലുണ്ട്. എനിക്ക് വാപ്പോലേർ പാപ്പാന്റെ മുന്നിലേക്ക് പോകാൻ പേടിയിരുന്നു. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ചൊല്ലുമ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പോലേർ പാപ്പാന്റെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയില്ല. മുന്നിൽ നിന്നിട്ട് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുവിടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്ന വാപ്പോലേർ പാപ്പ അതിനെ കുറിച്ചാണ് ചോദിക്കുക. അതുകൊണ്ട് വലിയ പേടിയിരുന്നു. എവിടെ എത്തി നിൽക്കുന്നു? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അറിയാതെ ഒന്നും ചെയ്യാൻ, എന്ത് ചെയ്താലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അറിയും. അള്ളാഹുവിന്റെ സിഫത്ത് ചാർത്തി കൊടുത്തില്ലേ? അറിഞ്ഞോ നിങ്ങൾ ഈ ശിർക്കിനെ, ഈ പ്രചരണങ്ങളെ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ആലോചിച്ചോ? ഈ ആളുകൾ ശിർക്കിലേക്ക് നയിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ?
അല്ല അറിയുന്ന പോലെ, അല്ല കാണുന്ന പോലെ, അല്ല എല്ലാം രേഖപ്പെടുത്തുന്ന പോലെ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. എവിടെ ചലിച്ചാലും എവിടെ നോക്കിയാലും എന്തു ചെയ്താലും അറിയുന്ന റഹ്മാനായ റബ്ബിനോട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ ഉപമിക്കുകയും ദർജയിലേക്ക്, പടച്ചവന്റെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്ത കുബൂരി പണ്ഡിതന്മാർ റോന്തു ചുറ്റുന്ന ഈ നാട്ടിൽ മുവഹിദുകളെ മുശ്രിക്കാക്കി നടക്കുന്ന നിങ്ങളോട് മത്സരയുണ്ട്. ആ മരണാനന്തര ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട് എന്നെനിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് നൊമ്പരമുണ്ട്, വേദനയുണ്ട്. ആഖിറത്ത് കൂടുതൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന മുജാഹിദുകളെ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന ചോദ്യം പ്രസക്തമാണ്. ആലോചിക്കണം നിങ്ങൾ. അദ്ദേഹത്തിന്റെ മുമ്പിൽ കുഴപ്പമില്ല, വേറെ എന്ത് ചെയ്താലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര് കാണും, മൂപ്പര് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടാലും മൂപ്പര് കുടിശ്ശിയും കാണും. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ എന്ത് ചെയ്താലും അറിയും എവിടെ എത്തിയിരിക്കും നമ്മുടെ സമുദായം എന്ന്. വിശ്വാസികളെ നിങ്ങൾ ആലോചിക്കും. പല നിലക്ക് നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ വലിയ വിരോധം ഉണ്ടാവും, പക്ഷെ വസ്തുത മനസ്സിലാക്കി അള്ളാനെ ഭയപ്പെട്ട ആളുകൾ ഇപ്പം അറിയും. അവിടെ ഞാൻ പറഞ്ഞുതരാം. 2 യുവപ്രബോധകരുടെ കഥയോർത്ത് എനിക്ക് ദുഃഖമുണ്ട്. എന്താ അറിയോ? സമ്മേളനം ഇങ്ങനെ അടുത്ത് വരികയാണ്, ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു വല്ലാത്ത ബേജാറ്, പ്രോഗ്രാം നോട്ടീസ് ആയി പോയ ഞങ്ങൾ രണ്ടാളും പെടൂലേ? ചിന്തിക്കണേ. അതുവരെ നിഫാഖാണോ സൂക്ഷിച്ചത്? നിഫാഖ് പാടുണ്ടോ വിശ്വാസികൾക്ക്? നമ്മളോടൊപ്പം ചേരുമ്പോ നമ്മളോട് പറയണേ ശരി, മറ്റൊക്കെ തെറ്റേ അറിയാം, അതിങ്ങനെ പറയാ. എന്നിട്ടോ ഓലോടൊപ്പം ചെല്ലുമോ ഞങ്ങൾ നിങ്ങളോട് പാട്ടോ വിളിക്കണേ, സ്റ്റേജ് കയറണേ. ഇപ്പൊ നിന്നെ അറിയോ? സമ്മേളനം തലക്കേറി പിടിച്ചിട്ട് ബേജാറ് തുടങ്ങി. ബേജാറെന്തോ തുടങ്ങി? സമ്മേളനത്തിൽ നല്ലൊരു വേദി കിട്ടൂലേ? കഴിഞ്ഞതിനൊക്കെ കിട്ടിയ സംഘടനയോട് കൂറ് പ്രഖ്യാപിച്ചാലല്ലാണ്ട് രക്ഷല്ല. ഒറ്റ പ്രഖ്യാപനം കോഴിക്കോട് ജില്ലയിൽ ഒരു മെമ്പറിൽ ഒരു വിദ്വേ, പാലക്കാട് ജില്ലയിൽ വേറൊരു വിദ്വേ. ഓന്റെ പണിനെ നിങ്ങൾ ആലോചിച്ച് നോക്കും. വലിയൊരു പോസ്റ്റർ കീറുക, എന്നിട്ട് പറയുകയാണെന്ന് സലാഹിയോടൊപ്പം ചേർന്നോലൊക്കെ നാറികളാണ്, പരസ്യമായിട്ട് പ്രസംഗിക്കുക. ഈ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന വിദ്വായ. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സമുദായം എവിടെ എത്തി, നമ്മുടെ ആളുകൾ എവിടെ എത്തിപ്പെട്ടത്? ഇതൊന്നും മനസ്സിലാക്കണ്ടേ നമ്മള്? ഈ അവസ്ഥാവിശേഷങ്ങളെ ശരിക്കും ഗ്രഹിക്കണ്ടേ? എവിടെയാ അപകടം, എവിടെയാ പ്രതിസന്ധി? അള്ളാഹുവിന്റെ, ഞാൻ പറഞ്ഞ ഇമാം ബുഖാരിക്ക് 2 ആളാ കിട്ടിയത്. ലക്ഷങ്ങള് കിട്ടാതാവോ എന്ന് വിചാരിക്കല്ല. 2 ആളല്ല, ദുനിയാവിൽ ആരുമില്ലേ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ അവസാനം 2 ഒരാളാണ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇമാം അബൂ ഹനീഫ ഒറ്റക്ക്. പ്രഖ്യാപനം, നീ ഒറ്റക്കാണോ ലോകത്ത്? നീ മതി മോനെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ മൻഹജുസ് സലഫ് ഫോളോ ചെയ്യുന്നവൻ നീ ഒറ്റക്കാണോ ഒരു തുരുത്തിൽ ഒരു ലോകത്ത്? എങ്കിൽ നീ മതി, നിനക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും, ആർക്കും നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ലേ ഈമാൻ, ഇതല്ലേ തൗഹീദ്. ഇപ്പൊ എന്താ സ്ഥിതി അറിയോ? ഞാൻ അയാളെ ഫാക്ടറിയില, ഞാൻ ആ ടീമിന്റെ കൂടെ. അത് നയിക്കുന്ന ആരാ? ഇന്ന ആളുകൾ. ഓലോടൊന്നും ഒട്ടിന്നാലല്ലാതെ ഉപജീവനം കൃത്യാവൂല. അതെന്നെ റുബൂബിയത്തിലുള്ള പങ്കേർക്കല്ല മനുഷ്യരെ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു. നിങ്ങളെല്ലാവരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിനും നിങ്ങൾക്കുള്ള ഉപജീവനം അള്ളാഹ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് അറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ആ സ്കൂളിലെ ടീച്ചർ പോസ്റ്റ് ഇപ്പത്തൊരു കുട്ടോ ഇപ്പൊക്കെ എല്ലാവർക്കുള്ള ബേജാറെന്താ അറിയാം? ഇപ്പൊ ജനങ്ങൾക്ക് നമ്മുടെ ഇടയിലുള്ള ഞാന് ആ ആസ്ഥാനത്ത് അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം കൂട്ടരെ ചേലേമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം സാജി തിരുവങ്ങാടിന്റെ പ്രസംഗം കേൾക്കാൻ പോയി 2 ആള്. ബാപ്പ വാതില് കൊട്ടിയടിച്ച് പുറത്താക്കി. ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്? ചേകന്നൂരിന്റെ പരിപാടിക്ക് പോയിട്ട് പുറത്താക്കിയ ഒരു മുജാഹിദിന്റെ കഥ പറയാൻ പറ്റും നിങ്ങൾക്ക്? നിരീശ്വരവാദികളുടെ പ്രസ്ഥാനത്തിൽ അവരുടെ പ്രസംഗം കേട്ടതിന്റെ പേരിൽ പുറത്താക്കിയ ഒരു ചരിത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആലോചിച്ചു നോക്ക്. എന്തിനാ കുട്ടിയെ അവിടെ അടിവരയണം? എന്തിനാ ഇത്? ഏത് പാരമ്പര്യമാണിത്? ഏത് സലഫി പാരമ്പര്യമാണിത്? കേരളത്തിന്റെ ചരിത്രം നമ്മൾ ഓതാറില്ല. എന്താ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കയിൽ ഏറ്റവും നല്ല ഇന്നുണ്ടോ അത്? എന്തേ കാരണം? ഇനി ഈ സർക്കുലർ പ്രകാരം ആരെങ്കിലും പറയാൻ പറ്റുമോ ഇത്? നമ്മളെ നാണം കെടുത്തി ആര്? നമ്മളല്ല, ഈ ടീം നമ്മളെ തിരിച്ചറിയണ്ടേ?
നമ്മളായി തിരിച്ചറിയണ്ടേ. ഇനിയോ വലിയൊരു മിമിക്രി ടീമുണ്ട്. കലാഭവൻ മണീന്റെ ശിഷ്യനാന്നൊക്കെ തോന്നുന്നു. കാരണം പരലോകം പറയുമ്പോ ഒറ്റ ചിരിപ്പിക്കല. വള്ളിട്ടേസറി ടോൺ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു കുത്തുബേ കേട്ട അങ്ങനത്തെ ഒരാളുണ്ട്. സീർ നിഷേധി, റുക്കിയ ശറിയ നിഷേധി. അയാൾ ആസ്ഥാന പ്രബോധകന്. ആരാധി ഞാൻ പേരൊന്നും പറയില്ല, ഒന്ന് കേട്ടു നോക്കണേ. ശരിക്കൊന്ന് കേൾക്കണേ, കേട്ട് മനസ്സിലാക്കണേ. ആ ആളാരാ? വർഷങ്ങളായി താടിക്കെതിരെ പ്രസംഗിക്കുന്ന ആളായാല്, നനയാണിയുടെ മേലെ തുണി എടുക്കുന്നതിന് പ്രസംഗിക്കുന്ന ആളായാല്. അങ്ങനത്തെ ആളുകളെ കൂട്ടിയതൊക്കെ ഹദീസ് നിഷേധികളായ ആളുകളെ കൂട്ടി. സീറിനെതിരെ അവരുടെ ടീമിൽ പ്രസംഗിച്ച ആളുകൾക്ക് സമ്മേളനത്തിൽ വലിയ പൊസിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ ഉള്ളിൽ ഇരിപ്പെന്താ? പല വിഷയങ്ങളും ഇവർക്ക് സ്വീകാര്യമല്ല. ജിന്ന് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, സീർ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, കണ്ണേർ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കെ എം മൗലവി യുവത പ്രസിദ്ധീകരിച്ച കെ എം മൗലവിയുടെ ഫത്വകളിൽ എന്താണുള്ളത്? ജിന്ന് ബാധയോ കണ്ണേറോ പിശാച് ബാധയോ ഏറ്റു എന്ന് തോന്നുന്ന സമയത്ത് റുക്കിയ ശറിയ ചെയ്യാമെന്ന് പറഞ്ഞ കെ എം മൗലവിയെ അന്ധവിശ്വാസി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എന്തും ചെയ്തോളൂ. അലൈസ മിൻകും റജുലുർ റശീദ്, അലൈസ മിൻകും റജുലുർ റശീദ്. വിവേകമുള്ള ഒരാൾ നിങ്ങളെ നയിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. പ്രസക്തമാണ്. അലൈസ മിൻകും റജുലുർ റശീദ് എന്ന ചോദ്യം പ്രസക്തമാണ്. നെഞ്ചകത്തെഴുതി കൊത്തിവെച്ച് അതിനെ സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ചോളി. നിങ്ങൾ അവസ്ഥാവിശേഷം അതല്ലേ? എനിക്ക് കേട്ടോളി. ലോകത്ത് ആരോടും തകർക്കാൻ പാടില്ല, സഹായം തടാൻ പാടില്ല. ജിന്നിനോട് തകർക്കാൻ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം. അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട്. കേട്ടോ, ഈയാക്കന് വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണുണ്ട് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ക്കാൻ. ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം. എങ്ങനെയുണ്ട് കാക്ക? എങ്ങനെയുണ്ട് സാറല്ലേ? കൊറേ വർഷമായി ഞങ്ങൾ പറയുന്നു, കൊറേ വർഷമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഏറ്റവും വലിയ ആസ്ഥാന നഗരിയിൽ രണ്ടാളാ. ചൊവ്വാഴ്ച ഒരാള് ഏത് മുൻപ് മൂപ്പര് എന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. അതെന്താ? ഇജ്ജ് മഗ്‌രിബിന് ഏതാ ഓതി? കുലിയായിൽ കാഫിറൂൻ കുല്ലു വല്ലാഹു. അപ്പൊ ഇശാഖോ കുല്ലു വല്ലാഹു കുലിയായിൽ കാഫിറൂൻ. അപ്പൊ സുബൈക്കോ കുലിയായിൽ കാഫിറൂൻ കുല്ലു വല്ലാഹു. ഇത് മൂപ്പര് തന്നെ പറഞ്ഞാട്ടോ, കേട്ട വിദ്വാൻ. ഇപ്പൊ എന്താ ഒന്നെങ്കിൽ കേവി അല്ലെങ്കിൽ നിയമത്തില്ലാത്ത ഈ രണ്ടാള് ആസ്ഥാന പ്രബോധകരല്ലേ? നിങ്ങൾ ആലോചിക്കണം, വലിയ പ്രബോധകരൻ. എന്താ പറയുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറയുന്നു. ഇവരൊക്കെ എവിടുന്നേ വരുന്നത്? ഇവിടെ വാദമുഖങ്ങൾ എന്താണ്? ആർക്കാണ് ഈ വാദമുള്ളത്? ആക്രോശിക്കുന്നവരോട് ചോദിക്ക്. നുണ പറയേ, പടച്ചോനെ ഭയപ്പെടാതെ കള്ളം പറയേ. ആരവിടെ ജിന്നിനോട് നേടാമെന്ന് പറഞ്ഞത്? ിന്റെ തഫ്സീർ ഞാൻ ചോദിക്കട്ടെ. യാ ഇബാദല്ലാ എന്ന ഈ വിഷയം 2009 ജിദ്ദയിൽ വിശദീകരിക്കുമ്പോ അറിയില്ലേ? ഇത് അറിയില്ലേ? മുസ്ലിംകൾക്ക് അറിയില്ലേ? അവരാരും ഇത് പഠിച്ചിട്ടില്ലേ? യാ ഇബാദല്ലാ ഈലൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ഒറ്റ സലഫിക്കും ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ കാര്യം അറിയില്ല എന്നാണ്. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഈ ഹദീസ് നിഷേധികളെ കൊണ്ടൊരു ബഹളായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, എത്രത്തോളം അറിയോ? നിങ്ങൾ വിചാരിക്കുന്ന ചില്ലറ കളിയല്ല. നിലമ്പൂര് NV സക്കരിയ മൗലവി മടവൂരികളുടെ ഖത്തറിലെ നേതാവായി ജീവിച്ചാള്. അദ്ദേഹം ഈ റമദാനിൽ ജിന്ന് സീർ വിഷയം മടവൂരികളുടെ വാദപ്രകാരം അവതരിപ്പിച്ചു. മടവൂരികൾ അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിച്ചു. ഇത് വെറുതെ പറയുകയല്ല. ഞാൻ ആ സദസ്സിൽ 1.25 മണിക്കൂർ ഇരുന്നിരുന്നു. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ നേതാക്കന്മാരിയ്ക്കുന്നിടത്ത് ചോദ്യം അറിഞ്ഞപ്പോ നമ്മുടെ നേരത്തെ മുക്കൂട്ടിന്റെ നേതൃത്വം ഉണ്ടല്ലോ, ആ നേതാവ് അയാളറിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ മൗനികളായി നമ്മുടെ നേതാക്കന്മാർ.
ഓനൊരു കുഴപ്പമില്ല. ആർക്ക്? NV സക്കറിയ എന്ന് പറയുന്ന മനുഷ്യന്. നിങ്ങൾ അറിയണം, അയാള് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ മടവൂർ വിഭാഗത്തിന്റെ പ്രബോധകനായിരുന്നു. വിധിന്ദനത്തിൽ അതേ ലേഖനം എഴുതുന്നു. ഞാൻ പറയുന്നു, ഈ സമ്മേളനത്തിൽ ഒരു മുഖ്യ രംഗം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മടവൂരികളുമായുള്ള ഗംഭീരമായ ഒരു ലേനത്തിനും സാധ്യത ഒരുങ്ങിക്കാണുന്നുണ്ട്. ഒരു ചാകര ആയിക്കോളൂ, ഒരു വിരോധമില്ല. ഞങ്ങൾ ഒരാളാണ് ലോകത്തെങ്കിൽ. ഈ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ നിലപാട് മൻഹജു സലഫ് അത് വിടാൻ ഞങ്ങൾ തയ്യാറാണ്. ആലോചിക്കണം, ഈ ജാതിയാ പറയുന്നത്. ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ പങ്കെടുത്തവരെ നാണിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസ് നിഷേധികളെ പേറി നമ്മുടെ പ്രസ്ഥാനം എവിടെ എത്തും എന്ന് നിങ്ങൾക്കറിയാം. അപകടം പിടിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വസ്തുതാപരമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താ ഈ വിഷയത്തിലൊക്കെ മുമ്പ് KNM-ന്റെയും KJ-യുടെയും വേദികളിൽ അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം എന്താണ്? അതിലൊരു മുസ്ലിയാരുടെ പ്രഖ്യാപനം നിങ്ങൾ ശരിക്ക് കേട്ട് ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം